അതിൽ കുച്ചിപ്പുടി എന്നുള്ളതിനേക്കാൾ ഉപരി ഡാൻസിൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഏറ്റവും വലിയ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് നീ ഓപ്പൺ ചെയ്യുക എന്നതാണ്, കൂനി നിൽക്കുക എന്നതല്ല. ഫോക്ക് ഡാൻസിൻ്റെ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുച്ചിപ്പുടിയാണല്ലോ, ഇനിയൊന്നും നിവർന്നുള്ള ഡാൻസെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോക്ക് ഡാൻസ് ഷോൾഡർ ബെൻഡ് ചെയ്യുന്നെങ്കിൽ കുച്ചിപ്പുടി വന്നപ്പോൾ മൊത്തത്തിലങ്ങ് കൂനായി. കാര്യം രണ്ടേ പേരേ ഉള്ളൂ, എങ്കിൽ കൂടിയും ആർട്ട് ഫോമിനെ അപമാനിക്കുന്ന തരത്തിലാക്കരുത് എന്നൊരു റിക്വസ്റ്റ് ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതുപോലെ തന്നെ കൈകളുടെ ഒരു ക്ലാരിറ്റി കുറയുന്നുണ്ട്. ഇങ്ങനെ എന്തോ കാണിച്ചു കൂട്ടുന്നു. ഒരു പക്ഷെ മുൻപ് പഠിപ്പിച്ചാൽ റൈറ്റ് ആയിരിക്കാം, ഒരു പ്രാക്ടീസും ഇല്ലാണ്ട് ഇപ്പം ആരും തന്നെ കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പോകുന്നു, ആരുമില്ല. അപ്പൊ പിന്നെ ഫസ്റ്റ് എന്നുള്ളൊരു അവസ്ഥയിൽ പോകുന്നതായിരിക്കാം ഇങ്ങനൊരു ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് വിചാരിക്കുന്നു. അതിനേക്കാളേറെ കുച്ചിപ്പുടിയുടെ ബാക്ക് വാക്ക് എന്ന് പറയുന്നത് 2 പിള്ളേർ കളിച്ച് 2 പേരും ഇങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ട് നിർത്തുന്നുണ്ടായിരുന്നു, റൊബോട്ടിക്കായിട്ട് ഇങ്ങനെ കൈ നിർത്തുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു മൂവിങ് ഉള്ളൊരു സംഭവമാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. കുറച്ചൊരു ഫോക്ക് സ്റ്റൈൽ ഉണ്ട് കമ്പാരിറ്റീവ്ലി ഭരതനാട്യത്തിൽ നിന്ന്. കുറച്ചും കൂടി ഒരു വഴക്കമുള്ളൊരു ആർട്ട് ഫോമാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് നീ പൊസിഷൻ ബെൻഡാക്കണമെന്ന് ഒരു പോസ്റ്ററേ ഇല്ല ക്ലാസിക്കൽ ഡാൻസിന്. സോ ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് 2 പേരും ഏതാണ്ട് ഒരേ കറക്ഷൻസ് തന്നെയാണ് 2 പേരും ഉള്ളത്. എങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഒരു തിയറിറ്റിക്കലി കുറച്ചുകൂടി ഒന്നുകൂടി കയറി നിൽക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് കൊടുക്കണം. 2 പേരുള്ളൂ. അപ്പോൾ പിന്നെ ഫസ്റ്റ് കൊടുത്ത് ഇവർ പറയുന്നത് ബ്രാക്കറ്റിൽ ഇടാൻ പറ്റില്ലെന്ന്. കാര്യം തെറ്റിൻ്റെ കണക്ക് നോക്കി 2 പേർക്കും ബ്രാക്കറ്റാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു പ്രൈസിലേക്ക് പോലും പരിഗണിക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അടുത്ത ലെവലിലേക്ക് വിടാനുള്ളത് കൊണ്ട് ചെസ് നമ്പർ 1 ഫസ്റ്റ്, ചെസ് നമ്പർ 2 സെക്കൻഡ്. താങ്ക് യു.